ഹലോ വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. വൺ പോട്ട് ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മിൻറ്റ് പനീർ പുലാവ്. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ബാസ്മതി അരിയും യൂസ് ചെയ്യാം. സവാള അരിഞ്ഞത്, പച്ചമുളക്, അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക, പട്ട, ഗ്രാമ്പു, വയനയില, കുറച്ച് കാഷ്യൂ നട്ട്സ്, തേങ്ങ തിരിങ്ങിയത്, പനീർ ക്യൂബ്സ്, പുതിനയില. മിക്സിയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ തിരിങ്ങിയത്, ഒരു കൈപ്പിടി പുതിന, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. അരി കഴുകി വെള്ളമൊക്കെ ഊറ്റി മാറ്റി എടുത്ത് വെക്കാം. ഞാനിവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നില്ല. കുക്കർ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു, വയനയില ഇട്ടൊന്ന് വഴറ്റി കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞതും കൂടി ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റാം. അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ക്യൂബ്സും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീര് ചേർത്ത് ഇളക്കി പ്രഷർ കുക്ക് ചെയ്യാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് കുക്ക് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷർ മൊത്തം തന്നെ റിലീസ് ആയതിനു ശേഷം പ്രഷർ കുക്കർ തുറന്നു നോക്കാം. മിൻറ്റ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുലാവ് ആയാലും ബിരിയാണി ആയാലും അരി ഒരുപാട് വെന്തു പോയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും അരി ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ലഞ്ച് ബോക്സ് ഓപ്ഷനാണ് ഈ മിൻറ്റ് പനീർ പുലാവ്. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാലഡ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സവാള അരിഞ്ഞതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ, ക്രഷ്ഡ് പെപ്പർ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാ നീര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ സാലഡ് റെഡി ആയി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.